BJP ഗവൺമെൻറ് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ CJP വന്നു. അതിനു മുൻപ് തന്നെ ഇപ്പോൾ CJPയുമായിട്ടുള്ള ആ പ്രശ്നം, അതിനു മുൻപ് തന്നെ അയോധ്യ കൊള്ള കേസ് പുറത്തു വന്നിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, നീതിമാനാണ് ശ്രീരാമൻ. രാവണൻ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു പിടിച്ച് സീതയെ വന്നതിന് ശേഷം അഗ്നിശുദ്ധി വരുത്തിയാണ് സീത രാമൻ്റെ പത്നിയായിട്ട് തുടരുന്നത്. ആ സാഹചര്യത്തിലാണല്ലോ ഒരു പ്രജ സീതാദേവിയുടെ അഗ്നിശുദ്ധിയെപ്പോലും ക്വസ്റ്റ്യൻ ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നത് ശ്രീരാമൻ്റെ CIDകളിൽ ഒരാൾ കേൾക്കുകയും അത് ശ്രീരാമനോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നത്. ഗർഭിണിയായ സീതയെ തമസാ നദിയുടെ തീരത്ത് ഉപേക്ഷിക്കാൻ ലക്ഷ്മണൻ വഴിയാണ് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. ആരാണ് ശ്രീരാമനെ സംബന്ധിച്ച് പ്രധാനം? ഗർഭിണിയായ സ്വന്തം ഭാര്യയാണോ സ്വന്തം പ്രജയാണോ? ശ്രീരാമൻ അറിയാമായിരുന്നു അഗ്നിശുദ്ധി വരുത്തിയ ഭാര്യ പതിവ്രത തന്നെയെന്ന്. അഗ്നിശുദ്ധി ഒന്നും വരുത്തണ്ട, ഒരു നല്ല ഭർത്താവിന് തീർച്ചയായും മനസ്സിലാകും സ്വന്തം ഭാര്യ ഏത് സാഹചര്യത്തിലും പതിവ്രതയാണോ ആയിരിക്കും എന്നുള്ളത്. അതായത് ഭാര്യയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു നല്ല ഭർത്താവ് അത് മനസ്സിലാക്കിയിരിക്കും. എന്നിട്ട് പോലും അഗ്നിശുദ്ധി വരുത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ഭാര്യയേക്കാൾ പ്രധാനം പ്രജയാണ് എന്ന് വിളിച്ചു പറഞ്ഞ മഹാരാജാവാണ് ശ്രീരാമൻ. ആ ശ്രീരാമന് ഈ അയോധ്യയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നടത്തിയ കോലാഹലങ്ങൾ, ബഹളങ്ങൾ, പണപ്പിരിവുകൾ, ഇതൊന്നും സത്യത്തിൽ ദഹിച്ചു കാണുകയില്ല. കാരണം അവിടെ ചെലവഴിച്ച കോടാനുകോടി രൂപയുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും 28 കോടിയിലധികം ജനം പട്ടിണിയിലാണ് ഇന്ത്യയിൽ. ഇന്ത്യയുടെ പട്ടിണി അകറ്റി മുൻപോട്ട് പോകാൻ കഴിയുമായിരുന്നു. അതായത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ ഒന്നാണല്ലോ 2030 മുൻപ് പട്ടിണിയില്ലാത്ത ലോകം, പട്ടിണിയില്ലാത്ത ഇന്ത്യ. അങ്ങനെ പട്ടിണിയില്ലാത്ത ഇന്ത്യയിലേക്കുള്ള ആ ഒരു മാറ്റത്തിലേക്ക് വലിയൊരു ചുവടുവയ്പ്പാകുമായിരുന്നു അയോധ്യയിൽ കുഴിച്ചിട്ട പണം പാവപ്പെട്ടവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, വിദ്യ നൽകാൻ വേണ്ടി ഒക്കെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ. അത് നൽകാതെ, അതിന് പ്രയോജനപ്പെടുത്താതെ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കുന്നു. ആ ക്ഷേത്രത്തിൽ ഇവരുടെയൊക്കെ പ്രിയപ്പെട്ടവരെ, അതായത് കൈയിട്ട് വാരുമെന്ന് ഉറപ്പുള്ളവരെ തന്നെയാണ്. കാരണം ആ കൈയിട്ട് വാരുന്നതിൻ്റെ പങ്ക് ഇവരൊക്കെ പറ്റിക്കാണും. ഈ നിരവധി പേര്, ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേര് അത് പറ്റിക്കാണുമെന്ന് മാത്രമല്ല, ഈ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഇഷ്ടം പോലെ ജനങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും അവർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളവർക്ക് പലതരത്തിലുള്ള പല ഫ്രീ ബീസ് കൊടുക്കാനും ഈ അയോധ്യ കൊള്ളയിൽ നിന്നുണ്ടായ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തത്, അതായത് ഈ ഫ്രീ ബീസ് കൊടുത്ത് അധികാരത്തിൽ വരുന്നത് ബഹുമാനപ്പെട്ട ശ്രീരാമനെ പോലെയുള്ള ഒരു മഹാരഥന്, ഒരു നീതിമാനായ രാജാവിന് ഒരിക്കലും സഹിക്കില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഈ അയോധ്യ കൊള്ള പുറത്തു കൊണ്ടുവന്നതും ഇത്തരക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ തീരുമാനിച്ചതും ഒരു പക്ഷേ ശ്രീരാമൻ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അയോധ്യ കൊള്ളയും ഇതിനോടൊപ്പം വളരെ വലിയ ഒരു കനത്ത പ്രഹരമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് നൽകിയിരിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ ഈ ഗവൺമെൻറ്റിന് മുൻപോട്ട് പോകാൻ പറ്റും? അതായത് ഈശ്വരവിശ്വാസികളായ ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ് ഇവിടെ അയ്യപ്പ ഗേഹത്തിൽ നടന്നിരിക്കുന്ന കൊള്ള, സ്വർണ്ണ കൊള്ള. അതുപോലെ തന്നെയാണ് സ്വർണവും പണവുമായി ഇവിടെയും സ്വർണവും പണവും ഒക്കെയാണ് കൊള്ളയടിച്ചത്. അയോധ്യയിലും സ്വർണവും പണവും ഒക്കെയാണ് കൊള്ളയടിച്ചത്. എല്ലാ അമ്പലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ഈ ഭരണകർത്താക്കളുടെ കണ്ണ് തെളിയാത്തത്, അവരുടെ ബുദ്ധി തെളിയാത്തത്? അതായത് അമ്പലങ്ങളിൽ ഈശ്വരന്മാർക്ക് സ്വർണമോ പണമോ ആവശ്യമില്ല. അതെല്ലാം എടുത്ത് പാവപ്പെട്ടവരുടെ
അറിവ് നൽകുക, അങ്ങനെ അവരെ ഉന്നതമായ തൊഴിലുകളിലേക്ക് കൈപിടിച്ചുയർത്തുക, അങ്ങനെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക. ആ തരത്തിൽ മനുഷ്യ ഗുണപ്രദമായ തരത്തിൽ പണം ചെലവഴിക്കുകയാണ്. അതല്ലാതെ ഈ തരത്തിൽ സ്വർണവും കെട്ടിവെച്ച് അമ്പലങ്ങളും അമ്പല ഗോപുരങ്ങളും കൊണ്ടു നടക്കുകയല്ല പ്രധാനമായിട്ട് വേണ്ടത്. കൊള്ളക്കാർക്കും കള്ളന്മാർക്കും വേണ്ടി ഇതൊക്കെ സ്വരൂപിച്ചു കൂട്ടുകയല്ല വേണ്ടത്. ഇതൊക്കെ എടുത്ത് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന പാഠം അത് BJP പഠിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ തന്നെ കണ്ടെത്തിയ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാർഗമാണ് അയോധ്യ കൊള്ള. അതുപോലെ തന്നെ ഇപ്പോൾ ഈ CJPയുടെ ഇതുപോലെയുള്ള സമര മുറകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്.